മഹാനായ നയതന്ത്രജ്ഞനും പണ്ഡിതനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ആചാര്യ ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി വശങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. തൻ്റെ നീതിശാസ്ത്രത്തിലൂടെ വിജയകരമായ ദാമ്പത്യ ജീവിതത്തിന് നിരവധി നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഭാര്യാഭർത്താക്കന്മാർ തങ്ങളുടെ ബന്ധത്തിൽ മാധുര്യം നിലനിർത്താൻ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം, എന്തൊക്കെ തെറ്റുകൾ ഒഴിവാക്കണം, ഇതുകൂടാതെ വ്യക്തിയുടെ സ്വഭാവത്തെയും ഗുണങ്ങളെയും കുറിച്ച് അദ്ദേഹം വിശദമായി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ സ്ത്രീകളുടെ ചില സ്വഭാവങ്ങളെക്കുറിച്ചും ഭാര്യമാരുടെ ഈ സ്വഭാവം ഭർത്താവിന് തലവേദന സൃഷ്ടിക്കുമെന്നും ചാണക്യൻ പറയുന്നു. കള്ളം പറയൽ. ചാണക്യൻ്റെ അഭിപ്രായത്തിൽ ഭൂരിഭാഗം സ്ത്രീകൾക്കും കള്ളം പറയുന്ന സ്വഭാവമുണ്ട്. കള്ളം പറയുന്നതോ വഞ്ചിക്കുന്നതോ മാത്രമല്ല, മറ്റുള്ളവരെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നതും ഒരു ദുശീലമാണ്. ഈ ശീലങ്ങൾ ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കും. ചില സ്ത്രീകൾ വീട്ടിലെ അംഗങ്ങളെക്കുറിച്ച് കുറ്റം പറയുകയും ചെറിയ കാര്യങ്ങൾ പെരുപ്പിച്ചു പറയുന്ന ശീലവുമുണ്ട്. അത്തരം സ്ത്രീകളെ ആരും വിശ്വസിക്കില്ല. ഈ സ്ത്രീകൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനവും ലഭിക്കില്ല. അത്തരം സ്ത്രീകളുള്ള വീട് എപ്പോഴും പ്രശ്നങ്ങൾക്ക് നടുവിലായിരിക്കും. മുതിർന്നവരെ അനാദരിക്കൽ. മുതിർന്നവരെ ബഹുമാനിക്കാത്ത സ്ത്രീകൾ നിങ്ങളോട് അപമര്യാദയായി സംസാരിക്കുകയോ എന്തു കാര്യത്തിനും വഴക്കിടുകയോ ചെയ്യുന്നു. അത്തരം സ്ത്രീകൾ വീടിൻ്റെ സമാധാനത്തിനും സന്തോഷത്തിനും വലിയ ഭീഷണിയാണ്. അത്തരമൊരു സ്ത്രീയെ വീട്ടിൽ കൊണ്ടുവന്നാൽ പുരുഷന് ഒരിക്കലും സന്തോഷിക്കാനാകില്ല. മുതിർന്നവരെ അനാദരിക്കുന്ന സ്ത്രീകൾ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് കോട്ടം വരുത്തുമെന്ന് ചാണക്യൻ പറയുന്നു. ദേഷ്യം. കോപം കാണിക്കുന്നത് സ്ത്രീകളുടെ ഒരു ശീലമാണ്. എന്നാൽ എല്ലാ കാര്യത്തിലും കോപം കാണിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഈ കാര്യം മനസ്സിൽ വയ്ക്കുക. എല്ലാ കാര്യങ്ങളിലും തന്ത്രങ്ങൾ കാണിക്കുന്നത് നിർത്തുക. കാരണം മുന്നിൽ നിൽക്കുന്നയാൾക്ക് ചിലപ്പോൾ നിങ്ങളോട് വളരെ ദേഷ്യം തോന്നുകയും അതിൻ്റെ ദൂഷ്യഫലങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്യും. കോപ സ്വഭാവമുള്ള സ്ത്രീകൾ വീടിൻ്റെ സമാധാനം തകർക്കുമെന്ന് ചാണക്യൻ പറയുന്നു. പണത്തോടുള്ള അത്യാഗ്രഹം. ചാണക്യൻ പറയുന്നത് ചില സ്ത്രീകൾക്ക് പണത്തോട് അത്യാഗ്രഹമുണ്ടെന്നാണ്. അവർ അത്യാഗ്രഹത്താൽ തെറ്റായ കാര്യങ്ങൾ പോലും ചെയ്യുന്നു. ഇത് പിന്നീട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പണത്തോടുള്ള അത്യാഗ്രഹം ഒരു ദുശീലമാണ്. ഈ ശീലം നിങ്ങൾക്കുമുണ്ടെങ്കിൽ എത്രയും വേഗം ഈ തിന്മയെ നിങ്ങളിൽ നിന്ന് ഇല്ലാതാക്കണം. അല്ലാത്ത പക്ഷം അതിൻ്റെ മോശം ഫലങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. പണത്തോട് അത്യാർത്തി കാണിക്കുന്ന സ്ത്രീകൾ കുടുംബത്തിന് ഒരു ദോഷമാണെന്ന് ചാണക്യനീതിയിൽ പരാമർശിക്കുന്നു. ആരാധന നടത്താതിരിക്കൽ. വീട്ടിലെ സ്ത്രീകൾ പതിവായി ആരാധന നടത്തണമെന്ന് ചാണക്യൻ പറയുന്നു. പൂജകളും ആരാധനകളും നടത്താത്ത വീട്ടിൽ നെഗറ്റീവ് ഊർജം തഴച്ചു വളരാൻ തുടങ്ങുകയും വീട്ടിലെ സന്തോഷവും സമാധാനവും നശിക്കുകയും ചെയ്യുന്നു. അമിതമായ സ്വാർത്ഥത. ഒരു കുടുംബിനി തൻ്റെ ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല മുഴുവൻ കുടുംബാംഗങ്ങളെക്കുറിച്ചും ചിന്തിച്ച് ജീവിക്കണം. എന്നാൽ എല്ലാ വീടുകളിലും ഇത് നടക്കുന്നില്ല. ചില സ്ത്രീകൾക്ക് ഈ ഉത്തരവാദിത്തം നിറവേറ്റാൻ പ്രയാസമാണ്. ചിലർ പണം, വസ്തുവകകൾ എന്നിവയുടെ കാര്യത്തിൽ കൂടുതൽ സ്വാർത്ഥത കാണിക്കുന്നു. സ്ത്രീകളുടെ ഇത്തരം സ്വഭാവം കുടുംബാംഗങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കും. അത്തരമൊരു കുടുംബത്തിൽ എപ്പോഴും തർക്കങ്ങളും ഉണ്ടാകും. അനന്തരഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തത്. ചാണക്യൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾ കുടുംബത്തിൻ്റെ നട്ടെല്ലാണ്. ഒരു കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ ചുറ്റുപാട് മാത്രമല്ല, ഭാവിയിലെ ചുറ്റുപാടും സ്ത്രീയുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഓരോ സ്ത്രീയും കുടുംബത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കുടുംബത്തിൻ്റെ സന്തോഷത്തിനും അഭിമാനത്തിനും വേണ്ടി ഏത് തീരുമാനവും എടുക്കുന്നതിന് മുൻപ് ഒരു സ്ത്രീ ശരിയായി ചിന്തിക്കണം. അനന്തരഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ എന്തിനും തലയാട്ടുന്ന സ്വഭാവം സ്ത്രീകൾക്കുണ്ട്. ഇത് തെറ്റാണെന്ന് ചാണക്യൻ പറയുന്നു. അതിനാൽ എന്തു കാര്യവും ചെയ്യുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് നന്നായി ചിന്തിക്കണം.